അച്ഛാ, അജേട്ടൻ വന്നു. അച്ഛനെന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? മോനിവിടെ ഇരിക്കേ. ഇല്ല, എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. കല്യാണത്തിന് ശേഷം അജയൻ ആകെ ഒന്ന് മാറി. എന്ന് വെച്ചാ? അല്ല, മുമ്പ് ഏത് നേരവും അച്ഛന്റെ വാലയെ തൂങ്ങി കാണുന്ന ചെക്കനാണല്ലോ നീ. ഇപ്പൊ അച്ഛനെ നിന്നെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ ആളെ പറഞ്ഞേക്കണം. ഗീതയുടെ ഡാഡി എല്ലാ ബിസിനസ് കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യ കാര്യത്തിന് കളയാൻ സമയമില്ല. ഞാൻ വിളിപ്പിച്ചത് മോന് ബുദ്ധിമുട്ടായോ? അതല്ല ഞാൻ പറഞ്ഞത്. ഉവ്വ്, മനസ്സിലായി. പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചതിന്റെ കാര്യം ഏട്ടാ, എനിക്ക് വേണ്ട. കുടിക്കട, അവളുടെ ഒരു സന്തോഷല്ലേ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയാൻ വന്ന കാര്യം, ചെക്കനും അമ്മയും അമ്മാവനും വന്ന് പെണ്ണ് കണ്ടുപോയി. എല്ലാം പറഞ്ഞുറപ്പിച്ചു. ഞാൻ അവർക്ക് വാക്കും കൊടുത്തു. എന്ന് പറഞ്ഞാ പെട്ടെന്നിപ്പോ? പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സിന് വിഷമാവും. അതെ അജയ, ഇത് നിന്റെ മറ്റുള്ള അളിയന്മാരെ പോലെ അല്ല. നല്ല തറവാട്ടുകാരാ. നിനക്കറിയാലോ അവരെ. നമ്മളെ നെല്ലിശ്ശേരി വിശ്വനാഥന്റെ മകന്റെ മകൻ. നല്ല അസല് ബന്ധ. സുധമോളുടെ ഭാഗ്യാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊക്കെ കാശ് വേണ്ടേ? നീ എന്താ ഈ പറയണേ? എനിക്കൊരു പിടിയും കിട്ടണില്ല. അച്ഛന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെ ആധാരം ഞാൻ ബാങ്കിൽ പണയം വെച്ചിരിക്കുക. അത് അടച്ചു തീർക്കാതെ. ആധാരം പണയപ്പെടുത്തേ? അപ്പൊ നീ അന്ന് എന്നോട് കള്ളം പറഞ്ഞു ഒപ്പിടിച്ചതൊക്കെ ഇതിനായിരുന്നു അല്ലേ? പണയപ്പെടുത്താതെ ലോൺ തരില്ലെന്ന് അവര് പറഞ്ഞു. അതുകൊണ്ടാ. എന്നാലും ഒരു വല്ലാത്ത ചതിയായിപ്പോയില്ല അജയ നീ ചെയ്തത്. എന്ത് ചതി? ഞാൻ നിങ്ങളെ ചതിച്ചോ? ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. അത് അച്ഛനും ഞാനും തമ്മിൽ തീർത്തോളാം. നിങ്ങൾ അറിയി പോണം. പരമേശ്വര, നിക്ക്. നീ ആരോടാ പോവാൻ പറഞ്ഞെന്നറിയോ? ഞാനും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയോ? എല്ലാം എനിക്കറിയാം. ഞാൻ പോവുക. എന്നെ ചൊല്ലി ഇവിടെ ഒരു വഴക്ക് വേണ്ട. നിക്ക്. ഈ വീട്ടിൽ നിന്ന് ആര് പോണം ആര് പോണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. തൽക്കാലം നിനക്ക് ഇവിടുന്ന് പോവാം. ഞാൻ പോവാനോ? എങ്ങോട്ട്? ഈ വീടും പറമ്പൊക്കെ ഇപ്പൊ എന്റെ പേരില്ല. ആര് പോണം പോണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ സൗകര്യത്തിന് താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അച്ഛന് പോവാം. പാടുന്നുവല്ലോ തളിക്കുന്ന മോഹം കഥനം ശിരോലേഖനം ശോകാന്തരാഗം തുളുമ്പുന്ന മൗനം വെറുതെ വിതുമ്പുന്നിതാ. ഇനി എന്തിനീ മധുകണം, ഇനി എന്തിനീ സ്വരലയം, ഇനി എന്തിനീ മധുകണം, ഇനി എന്തിനീ സ്വരലയം. യാത്രയാ യാത്രയായി മാർഗദീപം മൂകമാ മന്ത്രമേ സ്വർഗവീണ ഉദയവീണ. എവിടെ നിൻ ദൈവാംശം, എവിടെ നിൻ ശ്രീലോകം, ഓർമ്മയായി സ്നേഹമന്ത്രം കനിവാർന്ന പ്രിയമാനസം കളിവീണ പോൽ മൂകമായി തേങ്ങുന്നിതാ കനവിൽ കണ്ണീർക്കുളം. തേങ്ങുന്നിതാ കനവിൽ കണ്ണീർക്കുടം. എവിടെ നിൻ ദൈവാംശം, എവിടെ നിൻ ശ്രീലോകം, ഓർമ്മയായി സ്നേഹമന്ത്രം കനിവാർന്ന പ്രിയമാനസം കളിവീണ പോൽ മൂകമായി തേങ്ങുന്നിതാ കനവിൽ കണ്ണീർക്കുടം. തേങ്ങുന്നിതാ കനവിൽ കണ്ണീർക്കുടം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത്. ഇല്ല പരമേശ്വര, എനിക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറത്തായി കാര്യങ്ങള്. എന്റെ മകളുടെ കാര്യം ഓർത്താ
ഇല്ലെങ്കിൽ കുറച്ച് വിഷം വാങ്ങി ഞാൻ തളരാൻ പാടില്ല. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അമ്മാവനും സുധയ്ക്കും ഞങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും വന്ന് താമസിക്കാം. അമ്മാവന്റെ വീടിന്റെ അത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അമ്മാവന് സ്വന്തം വീട്ടിൽ കിട്ടാത്ത സ്നേഹവും സമാധാനവും ഞങ്ങളുടെ ഇവിടെ ഉണ്ടാവും. മതി. ഇത്രയൊക്കെ ദ്രോഹം ഞാൻ നിങ്ങളോട് ചെയ്തിട്ടും നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ എനിക്ക് കുറ്റബോധം തോന്നും. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഇണങ്ങുന്നതും പിണങ്ങുന്നതും ഒക്കെ സാധാരണല്ലേ അമ്മാവ? അനുഭവങ്ങളിൽ നിന്നല്ലേ പലതും പഠിക്കാൻ പറ്റൂ. ആൺമക്കളെക്കാൾ പലപ്പോഴും അത്യാവശ്യത്തിന് ഉതകുന്നത് പെൺമക്കളായിരിക്കും.